നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബോർഡേഴ്സ് ആണ്. സോ നമുക്ക് ബോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡിവിൻ്റെ ചുറ്റുഭാഗത്തിലെ ലൈന് പറയുന്ന പേരാണ് ബോർഡേഴ്സ്. ബോർഡേഴ്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിവിനെ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഞാനൊരു ഡിവ് ഇട്ടിട്ടുണ്ട് ഇവിടെ. സോ ഡിവിനകത്ത് ജസ്റ്റ് ഹലോ വെൽക്കം ടു ബോർഡേഴ്സ്. സോ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ഡിവിലൊരു ക്ലാസ് കൊടുക്കാം, ഔട്ടർ ബോക്സ്. ഔട്ടർ ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഔട്ടർ ബോക്സിൽ നമുക്ക് ആദ്യം ഈ ഡിവിനൊരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം. സോ വിഡ്ത്ത് ഈസ് ലൈക്ക് 200 px കൊടുക്കാം, പിന്നെ ഹൈറ്റ് ഒരു 200 കൊടുക്കാം. സോ നമുക്കിപ്പോൾ ഒന്നും കാണുന്നില്ല, ബോർഡേഴ്സും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മളിനി ബോർഡർ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. സോ ബോർഡറിൽ വരുന്നത് ബോർഡർ വിഡ്ത്ത് വരുന്നുണ്ട്. ബോർഡർ വിഡ്ത്ത് പറഞ്ഞാൽ എത്ര വിഡ്ത്ത് വേണമെന്നുള്ളത് നമുക്കൊരു 1 px കൊടുക്കാം. ഇപ്പോഴൊന്നും കാണില്ല കാരണം നമ്മൾ കളറും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. സോ നെക്സ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ബോർഡർ സ്റ്റൈൽ. ബോർഡർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോർഡറിന് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഡോട്ടറായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സോളിഡായിട്ട് സിംഗിൾ ലൈൻ ആക്കാൻ പറ്റും. സോ ഇതിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡോട്ടർ ഉണ്ട്, ഡാഷ് ഉണ്ട്, ഡബിൾ ഉണ്ട്. നമുക്കിതിൽ സോളിഡ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബോർഡർ കളറാണ്. ബോർഡർ കളറ് നോർമലി നമുക്ക് വേണ്ട കളറ് പിക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ബ്രൗൺ കൊടുക്കാം. നമ്മുടെ ബോർഡർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്, ബോർഡർ റേഡിയസ്. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡറിന് 4 വശത്ത് ഒരു കർവ് വേണം. ആ ടൈമിൽ നമുക്ക് ബോർഡർ റേഡിയസ് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു 5% യൂസ് ചെയ്തു. സോ ഇത് 5% നമുക്ക് കർവ് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ബോർഡർ പ്രോപ്പർട്ടീസ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ ഷോർട്ടൺ ആയിട്ട് എഴുതാൻ പറ്റും. ലൈക്ക് ഒരു ബോർഡർ ഇട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് എത്ര ഇത് വേണ്ടേ, വിഡ്ത്ത് എത്ര വേണ്ടതെന്ന്. സോ 1 px കൊടുത്തു. നെക്സ്റ്റ് ഏതാണ് കളർ വേണ്ടത്. സോ നമ്മൾ ബ്ലൂ എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഏത് സ്റ്റൈലാണ് വേണ്ടത്. സോ നമ്മൾ ഇവിടെ സോളിഡ് എന്ന് കൊടുത്തു. സോ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഷോർട്ട് ആൻഡ് പ്രോപ്പർട്ടി ആയിട്ടും ബോർഡറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബോർഡേഴ്സ്. നമുക്കിവിടെ വേണമെങ്കിൽ സോളിഡ് മാത്രമല്ല നമുക്ക് ഡോട്ടർ കൊടുക്കാൻ പറ്റും. ഡോട്ടർ എന്ന് പറയുമ്പോൾ ഡോട്ടായിട്ട് വരും. ബോർഡേഴ്സ് ഡോട്ടായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ബോർഡറിൻ്റെ ടോപ്പിൽ മാത്രം ബോർഡർ വേണം. ആ കേസിൽ നമുക്ക് ബോർഡർ ടോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ നമുക്കിവിടെ സോളിഡ് തന്നെ കൊടുക്കാം. സോ ബോർഡർ ടോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ബോർഡർ ടോപ്പ് ഇത് നമുക്ക് സെയിം രീതിയിൽ സ്റ്റൈല് വിഡ്ത്ത് ദെൻ കളറൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിലുണ്ട് ഷോർട്ട് ടൈം പ്രോപ്പർട്ടി. ഷോർട്ട് ടൈം പ്രോപ്പർട്ടി പറയുമ്പോൾ സെയിം ലൈക്ക് 1 px സോളിഡ് കളർ കൊടുക്കണം. സോ റെഡ്. സോ ടോപ്പിൽ മാത്രം റെഡ് ബോർഡർ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കാണാൻ വേണ്ടി നമുക്കൊരു 5 px കൊടുക്കാം. സോ നമ്മുടെ ടോപ്പിലായിട്ട് ബോർഡർ ടോപ്പ് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ബോർഡർ ബോട്ടം ഉണ്ട്. സോ ബോട്ടം വന്ന് ബോർഡർ ലെഫ്റ്റ് ഉണ്ട്. സോ ലെഫ്റ്റിൽ വന്നു, റൈറ്റും ഉണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ബോർഡറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ബോർഡർ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പാഡിങ് ആൻഡ് മാർജിൻ ആണ്. സോ പാഡിങ് ആൻഡ് മാർജിൻ നമ്മൾ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവില്ലേ, മാർജിൻ എന്നൊക്കെ. സോ പാഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഡിവ്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കണം. അതിനാണ് പാഡിങ് യൂസ് ചെയ്യുന്നത്. മാർജിൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ടൊരു ഗ്യാപ്പ് കൊടുക്കണം. അതിന് മാർജിനും യൂസ് ചെയ്യും. സോ ഇത് രണ്ടും നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്ന 2 പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഞാനൊരു ഡിവ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ ഈ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. സോ ഔട്ടർ ബോക്സ് ഉണ്ട്. ഇൻസൈഡ് ഐ ഹാവ് എ ഇന്നർ ബോക്സ്, ക്ലാസ് ഇന്നർ ബോക്സ്. സോ ഡോട്ട് ഔട്ടർ ബോക്സിൽ ഞാൻ വിഡ്ത്ത് ഒരു 500 px
ഹൈറ്റ് ഒരു 500px കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെഡ് കൊടുക്കാം. സോ ഇന്നർ ബോക്സിൻ്റെ വിഡ്ത്ത് ഒരു 200px, ഹൈറ്റ് ഒരു 200px കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ബ്ലൂ കൊടുക്കാം. സോ 2 ഡിവ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് നിന്ന്, അതായത് ഔട്ടർ ഡിവിൻ്റെ പുറത്ത് നിന്ന് നമുക്കൊരു കുറച്ചും കൂടെ ഗ്യാപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ ഇതൊരു ലൈക്ക് ഞാനിതൊരു 400 ആക്കണം, ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. 400. ഇനിയിപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് ഒരു 20px കൊടുത്തു. സോ പുറത്തുനിന്നൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, 20px ഗ്യാപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഉള്ളിൽ നിന്ന് മാർജിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഉള്ളത്തെ ഡിവിൽ നിന്ന് പുറത്തോട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണമെങ്കിൽ മാർജിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാർജിനായിട്ട് 20px കൊടുത്തു. ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഇൻസ്പെക്റ്റിൽ പോയാൽ നമുക്ക് കിട്ടും. ഇൻസ്പെക്റ്റ് ചെയ്യാൻ ഇവിടെ പാഡിങ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കാം. സോ ഇതിൻ്റെ മാർജിനാണിത്. ഔട്ടർ ഡിവിൻ്റെ പാഡിങ് ആണ് ഈ കാണുന്ന ലൈന്. സോ 20px ഔട്ടർ ഡിവിൽ നിന്ന് പാഡിങ് വന്നിട്ടുണ്ട്, 20px ഇന്നർ ഡിവിൽ നിന്ന് പാഡിങ് വന്നിട്ടുണ്ട്. സോ അതാണ് മാർജിൻ ആൻഡ് പാഡിങ്. പാഡിങ്ങിൽ ഇനിയും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ലൈക്ക് പാഡിങ് ടോപ്പ് ഉണ്ട്. നമുക്ക് ടോപ്പിൽ നിന്ന് മാത്രം പാഡിങ് വേണം. അപ്പോൾ നമുക്ക് ഒരു 50px ടോപ്പിൽ നിന്ന് കൊടുക്കാം. ടോപ്പിൽ നിന്ന് മാത്രം പാഡിങ് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ടോപ്പിൽ നിന്ന് മാത്രം പാഡിങ് ഉള്ളൂ. ഇതേപോലെ ബോട്ടം ഉണ്ട്. സോ ബോട്ടം നിന്ന് മാത്രം വരും. ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് പാഡിങ്ങിൽ. സെയിം ലൈക്ക് മാർജിനിലും ഉണ്ട്. മാർജിന് വേണമെങ്കിൽ നമുക്ക് ടോപ്പിൽ നിന്ന് മാത്രം മാർജിൻ ആക്കാം. ടോപ്പിൽ നിന്ന് മാത്രം 20px കിട്ടും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതാണ് മാർജിൻ ആൻഡ് പാഡിങ്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഡെവലപ്പേഴ്സ് പലരും അത് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു പ്രോപ്പർട്ടിയും കൂടെയാണത്. ഞാനടക്കം ഫസ്റ്റ് കോഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് CS സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പ്രോപ്പർട്ടി മാക്സിമം ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ആ പ്രോപ്പർട്ടി ഇല്ലാതെ നടക്കില്ല. അതെല്ലാത്തിനും അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ആ പ്രോപ്പർട്ടിയുടെ പേരാണ് ബോക്സ് സൈസിങ്. പലരും കേട്ടിട്ടുണ്ടാവും ബോക്സ് സൈസിങ്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ നമുക്കൊരു ഡിവ് ഇടാം, 2 ഡിവ് ഇടാം. സോ ഫസ്റ്റ് ഡിവിൽ ഞാനൊരു ക്ലാസ് കൊടുക്കാം. നമ്മൾ എക്സ്റ്റേണൽ CS ആണ് യൂസ് ചെയ്യുന്നത്. സോ ക്ലാസ് ഇട്ടിട്ട് ഫസ്റ്റ് ഡിവ് എന്ന് കൊടുക്കുന്നു, ഫസ്റ്റ്. ദെൻ സെക്കൻഡ് ഡിവിന് ഒരു സെക്കൻഡ് എന്ന് കൊടുക്കുന്നു. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ, ക്ലാസ് സെലക്ടർ ആയതുകൊണ്ട് ഡോട്ട് വെച്ചാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ദെൻ ഡോട്ട് സെക്കൻഡ്. സോ ഫസ്റ്റിന് നമുക്കൊരു വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, വിഡ്ത്ത് ഒരു 200px, ദെൻ ഹൈറ്റ് ഒരു 100px. നമുക്ക് കളറ് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ബ്ലൂ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് സെക്കൻഡിന് നമ്മളൊരു വിഡ്ത്ത് സെയിം, നമ്മൾ വിഡ്ത്ത് 200 കൊടുത്തു, ഹൈറ്റ് ഒരു 100px, സെയിം രീതിയിൽ 2 ഡിവ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു റെഡ് കൊടുക്കാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ 2 ഡിവ് ഉണ്ട്. നമ്മൾ ബോക്സ് സൈസിങ് പറയുന്നതിന് മുന്നേ നമുക്ക് ബോക്സ് മോഡൽ എന്താണെന്ന് നോക്കാം. സോ ബോക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ബോക്സ് മോഡൽ. അതായത് മാർജിൻ ഉണ്ടാവും. മാർജിൻ നമുക്കറിയാലോ, ഡിവിന് പുറത്ത് കൊടുക്കുന്നതാണ് മാർജിൻ. ഡിവ് ആയിക്കോട്ടെ, പി ആയിക്കോട്ടെ, അതിന് പുറത്ത് കൊടുക്കുന്നതാണ് മാർജിൻ. ദെൻ ബോർഡർ എന്ന് പറഞ്ഞാൽ ചുറ്റും ഒരു ലൈന് കൊടുക്കുന്നതിന് ബോർഡർ എന്ന് പറയും. ദെൻ പാഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതാണ് പാഡിങ്. ഇതെന്താ കണ്ടന്റ്, ഇതാണ് കണ്ടന്റ്. ഇപ്പോൾ നമ്മൾ
1 2 ആണ് കൊടുത്തിട്ടുള്ളത്, അത് കണ്ടൻറ്റ്. സോ നമ്മളിപ്പോൾ മാർജിന് ഡിഫോൾട്ടായിട്ട് ഇതിന് 8 വന്നിട്ടുണ്ട്, പിന്നെ ബോർഡർ ഇല്ല, പാഡിങ്ങും ഇല്ല. സോ എല്ലാ പ്രോപ്പർട്ടീസിനും എല്ലാ എലമെൻറ്റിനും ഡിഫോൾട്ടായിട്ടൊരു മാർജിൻ വരാറുണ്ട്. ഇപ്പോൾ ഒരു പി ടാഗ് ഇട്ടാൽ നമുക്കൊരു ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. സോ ഇതിന് ഈ ഒരു പി ടാഗിനും കൂടെ നോക്കുകയാണെങ്കിൽ ഇതിന് ഡിഫോൾട്ടായിട്ട് 16 മാർജിൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ബോക്സ് മോഡൽ. ലൈക്ക് മാർജിൻ ഉണ്ടാവും, ബോർഡർ ഉണ്ടാവും, പാഡിങ് ഉണ്ടാവും. നമ്മുടെ CSSലെ എല്ലാ എലമെൻസും, HTML എല്ലാ എലമെൻസും ഒരു ബോക്സ് ആയിട്ടാണ്, ഒരു ബോക്സ് മോഡലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എല്ലാത്തിനും ഒരു മാർജിൻ ഉണ്ടാവും, പാഡിങ് ഉണ്ടാവും, ബോർഡർ ഉണ്ടാവും, നമ്മൾ കൊടുത്താണ്ടാവും. മാർജിൻ എല്ലാത്തിനും ഡിഫോൾട്ടായിട്ട് വരും. ദെൻ കണ്ടന്റ് ഉണ്ടാവും. സോ ഇതാണ് ബോക്സ് മോഡൽ. സോ നമ്മൾ ബോർഡർ സൈസിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ 2 ഡിവ് ഉണ്ട്, സെയിം വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണ്. സോ ഞാൻ രണ്ടാമത്തെ ഡിവിന് ഒരു പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് ഒരു 15 px കൊടുത്താൽ സോ ഇത് പുറത്തോട്ട് പോയി. കണ്ടന്റിന് ഒരു പാഡിങ് വേണമെങ്കിൽ നമ്മൾ പാഡിങ് ഇട്ടാൽ, അതായത് ഉള്ളിലത്തെ കണ്ടന്റ് കുറച്ച് സെൻട്രലൊക്കെ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പാഡിങ് കൊടുത്താൽ ഇത് ഡിവിൻ്റെ ഹൈറ്റ്, അതായത് ഡിവിൻ്റെ വിഡ്ത്തും കൂടെ കുറച്ചും കൂടെ ഇൻക്രീസ് ആവുകയാണ്. സോ ഇതിന് നമ്മൾ നോർമലി നമ്മൾ ഡെവലപ്പേഴ്സൊക്കെ ചെയ്യുക, നമ്മൾ മെറ്റീൻ്റെ, അതായത് ഇതിൻ്റെ വിഡ്ത്ത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ 100 ആണെങ്കിൽ 200 ആണെങ്കിൽ 215 കൊടുക്കും. വിഡ്ത്ത് കുറച്ചും കൂടെ കുറച്ച് കൊടുക്കും, കാരണം കൂടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു 150, എന്നിട്ട് കുറച്ചും കൂടെ കൂട്ടി 160 ആക്കി നോക്കും. അതും പറ്റില്ല എന്ന് നോക്കുമ്പോൾ 117 ആക്കി നോക്കും. ഇങ്ങനെ കറക്റ്റാക്കി കണ്ട് കൊടുക്കും. ഈ ഒരു സമയത്താണ് നമ്മൾ ബോക്സ് സൈസിങ്ങിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. സോ ബോക്സ് സൈസിങ്ങിൻ്റെ ഇതിൽ വരുമ്പോൾ രണ്ട് പ്രോപ്പർട്ടിയാണ് വരുന്നത്, ബോർഡർ ബോക്സും പിന്നെ കണ്ടന്റ് ബോക്സും. സോ ബോർഡർ ബോക്സ് കൊടുത്ത് നോക്കിയാൽ അതായത് സെയിം വിഡ്ത്തായി, അതായത് ഇതിൻ്റെ മാർജിനും പാഡിങ്ങും കൂട്ടിയിട്ടുള്ള ഒരു വിഡ്ത്താണ്, ടോട്ടൽ വിഡ്ത്താണ് ഇതിന് ബോർഡർ ബോക്സിൽ വരിക. പക്ഷേ കണ്ടൻ്റ് ആകുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ മാറ്റിയിട്ട് കണ്ടന്റ് ബോക്സ് ആക്കിയാൽ അത് കൂടുതലായിട്ട് വരും. പാഡിങ് എത്ര നമ്മൾ ആഡ് ചെയ്തോ അത് കൂടുതലായിട്ട് വരും. അപ്പോൾ അതിനെ പുറത്ത് നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യല വേണ്ടത്. അതിന് പകരം നമ്മൾ ഈ ബോർഡർ ബോക്സ് സൈസിങ് ആയിട്ട് കൊടുക്കും. ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് ആയിട്ട് കൊടുക്കും. സോ നമുക്ക് ഇപ്പോൾ 2 ഡിവിന് മാത്രമേ, അതായത് ഇപ്പോൾ നമുക്ക് ഓരോരോ ഡിവിന് കൊടുക്കുന്നതിന് പകരം ടോട്ടലായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ യൂണിവേഴ്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ദർ ഇസ് എ സെലക്ടർ കോൾഡ് യൂണിവേഴ്സ് സെലക്ടർ. സോ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല മുന്നേ. സോ സ്റ്റാർ ഇട്ടിട്ട് കൊടുത്താൽ, അതായത് ഇപ്പോൾ ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് കൊടുത്താൽ ഇതെല്ലാത്തിനും അപ്ലൈ ആവും. അതായത് ടോട്ടലായിട്ട് എല്ലാ ഡിവിനും, എല്ലാ പി ടാഗും, എല്ലാ എലമെൻസിനും ഇത് അപ്ലൈ ആവും. സോ ഈ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ബോക്സ് സൈസിങ്. ബോക്സ് സൈസിങ്ങിൻ്റെ വാല്യൂ ആയ ബോർഡർ ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പാഡിങ്ങും മാർജിനും ഒക്കെ കൂടെ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടോട്ടലായിട്ടുള്ള വിഡ്ത്ത് വരുന്നത്. പക്ഷേ കണ്ടന്റ് ബോക്സിൻ്റെ കേസിൽ വരുമ്പോൾ അത് എക്സ്റ്റേണൽ ആണ്, അതായത് വിഡ്ത്ത് കഴിഞ്ഞ് പാഡിങ് എക്സ്ട്രാ ആയിട്ട് വരും. സോ അത് കുറച്ചും കൂടെ നമ്മൾ ഡിവിൻ്റെ വിഡ്ത്ത് കുറച്ചും കൂടെ കൂടും. അതാണ് ബോക്സ് സൈസിങ് എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ബോക്സ് സൈസിങ് യൂസ് ചെയ്തിട്ട് ചെയ്യുക, വളഞ്ഞ വഴിയിലൂടെ പോകാതെ ഡയറക്റ്റായിട്ട് ബോർഡർ ബോക്സ് യൂസ് ചെയ്യുക. പല ഡെവലപ്പേഴ്സും, ഞാനടക്കം ചെയ്തിരുന്നത് ഇങ്ങനെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പാഡിങ് കൂട്ടുമ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വിഡ്ത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ ഒന്നും കൂടെ സെറ്റായി കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഈ ബോർഡർ ബോക്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്.